എല്ലാവരും ചേർന്ന് എന്റെ മനസ്സ് കലക്കി മറിക്കുകയായിരുന്നു. അതുകൊണ്ടൊന്നും തകർന്നു പോകുന്നവളല്ല ഈ പ്രഭാവതി. സിദ്ധുവിനും അതറിയാലോ. ഇപ്പൊ ഞാൻ നല്ല കോൺഫിഡൻസിലാ. എന്റെ വഴിയിൽ ആരും തടസ്സം നിൽക്കില്ല എന്ന് ഉറപ്പുണ്ടെനിക്ക്. ഇനി ഒന്നും ഒരു പ്രശ്നമല്ല. സിദ്ധുവും ഞാനും ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും. സിദ്ധു വീട്ടിലെത്തിയിട്ട് വേണം എല്ലാത്തിനും ഒരു ചിട്ട വരുത്താൻ. ഇവിടെ വേറെ ആരുമില്ലേ? ഞാനും അച്ഛനേ ഉള്ളൂ. പിന്നിപ്പോ അമ്മയെ വന്നല്ലോ. വേറെ ആരാ? വേറെ ആരും ഇല്ലേന്നാ ചോദിച്ചത്. ഉണ്ടെങ്കിൽ ഇവിടെ കാണുമല്ലോ. നീ എന്താ ഇങ്ങനെ തറുതല പറയുന്നേ? പുറത്തു നിന്നുള്ള ആരെയും ഇവിടെ കാണുന്നില്ല, അതാ ചോദിച്ചത്. ആരെ കുറിച്ച് അമ്മയെ ചോദിക്കുന്നേ? ദേവിക. അവളെവിടെ? അതങ്ങ് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാ എന്താ? ഓ, വളഞ്ഞ വഴിയൊന്നും എന്റെ മകൻ അറിയില്ലല്ലോ. അവളെവിടെ? ഇവിടെ ഉണ്ടോ? അവള് പോയി. സ്വയം പോയോ അതോ പറഞ്ഞു വിട്ടോ? പറഞ്ഞു വിടേണ്ടി വന്നതല്ലേ. അവളുള്ളിടത്ത് അമ്മ നിൽക്കുന്നില്ലെന്നല്ലേ പറഞ്ഞത്. അമ്മയെ അനുസരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി പോയില്ലേ ഞാൻ. അച്ഛനും ഇങ്ങനൊരു അവസ്ഥയിലായിപ്പോയി. അപ്പോ അവള് അമ്മ ഇപ്പൊ വന്നത് ദേവിക അന്വേഷിക്കാനാണോ അതോ അച്ഛനെ കാണാനാണോ? എന്താ സിദ്ധു, എന്റെ മകനിങ്ങനെ അനുസരണശീലം വരാൻ കാരണം? എന്നെ പേടിച്ചിട്ടാണോ അതോ മറ്റെന്തെങ്കിലും കെണി മനസ്സിൽ കണ്ടിട്ടാണോ? എങ്ങനെയാണെങ്കിലും പ്രഭാവതി തോൽക്കില്ല. നന്ദന്റെയും മീരയുടെയും വിവാഹം ഉടനെ നടത്തണം. ബലരാമനും ചന്ദ്രമതിക്കും ഇപ്പൊ തന്നെ മെസ്സേജ് കൊടുക്കണം. ഒരുക്കങ്ങളൊക്കെ നടത്താൻ തുടങ്ങണമല്ലോ. പിന്നെ ചന്ദ്രോത്ത് ഇത് എന്റെ മാത്രം കാര്യമായതുകൊണ്ട് എനിക്കിത്തിരി ജോലി കൂടും. സാരമില്ല, പ്രഭാവതി ഒറ്റയ്ക്ക് മതി. ഓർക്കുന്നുണ്ടോ അന്ന് അവളെ ഒന്ന് തൊട്ടപ്പോ സിദ്ധുവിന്റെ ശബ്ദം ഉയർന്നത്? പ്രഭയെന്നുള്ള ആ വിളിയിൽ ഞാൻ പകച്ചുപോയി. കോർത്ത ആ നോട്ടം എന്നെ ദഹിപ്പിച്ചു കളഞ്ഞു. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ